അങ്ങനെ പാലക്കാട് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. പാലക്കാട് ഏതാണ്ട് 6000-ഓളം ക്രിസ്ത്യൻ വോട്ടുകളാണ്. ഈ വോട്ടുകൾ ആർക്ക് പോയിട്ടുണ്ടാവും? അത് BJPക്കാണ് ഈ പ്രാവശ്യം കൂടുതൽ സാധ്യത. അല്ല, അത് എന്തെങ്കിലും ഡാറ്റ വെച്ചിട്ടാണോ പറയുന്നത്? ഡേറ്റ, അതായത് ഒന്നിലെ ഈ ക്രിസ്ത്യൻസ് എന്നെ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഇനി താല്പര്യം ഉണ്ടെങ്കിൽ മാറിയ താല്പര്യമാണ് ഇപ്പോൾ ഉള്ളത്, പഴയ താല്പര്യമല്ല. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിന് കൃത്യമായിട്ടൊരു സന്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത്, ഇവിടെ മുനമ്പത്തി എന്നിട്ട് ഈ സമരമൊക്കെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, സമരമൊക്കെ അങ്ങനെ നടക്കും, പക്ഷേ ഇതുകൊണ്ട് മനസ്സിലാകാത്ത കാര്യം ഇനി അടുത്ത നമ്മുടെ ഇലക്ഷനിലൂടെ മനസ്സിലാക്കിക്കാൻ കഴിയും. നമ്മളെപ്പോഴും ഒരു ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. ആ ചിഹ്നം മാറ്റി വേറൊരു ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെന്ന് കാണിക്കാനുള്ള അവസരമാണ് ഒരു ഇലക്ഷൻ. അപ്പോൾ അത് ക്ലിയർ സൂചനയാണ്. അതെ, ക്രിസ്ത്യൻസ് പ്രധാനമായിട്ടും UDFനും അല്ലെങ്കിൽ LDFനും എന്നുള്ള സ്റ്റാൻഡായിരുന്നു. LDFനല്ല, മേജർ ഷെയർ UDF ആണ് ക്രിസ്ത്യൻസിൻ്റെ പാർട്ടി ആയിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരുന്നു. എവർ സിൻസ് വി ബിക്കെയിം ഇൻഡിപെൻഡൻ്റ് അതാണ് ആറ്റിറ്റ്യൂഡ്. അത് ഈ അടുത്ത കാലം വരെ തുടർന്നു. പക്ഷേ ഇപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കൃത്യമായ രീതിയിൽ വ്യക്തമാക്കി. അതിൽ സംശയലേശത്തിന് ഇടയില്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദി മെസ്സേജ് ഇസ് വെരി ലൗഡ്. അങ്ങനെ ഇൻഡയറക്റ്റുമായിട്ടല്ല, ഏതാണ്ട് പ്രകടമായി തന്നെ പ്രകടമായി. ചിഹ്നം മാത്രം പറഞ്ഞില്ലേ? അതെ, ഇന്ന ചിഹ്നത്തിൽ നിന്ന് പറഞ്ഞില്ല, പക്ഷേ ചിഹ്നം ഏതാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പം അതിൻ്റെ ഇഫക്റ്റ് കാണാനുണ്ട്. അതായത് ഈ കോൺഗ്രസിനൊക്കെ കൂടുതൽ വോട്ട് കിട്ടിയിരുന്ന സ്ഥലങ്ങളിൽ വോട്ടിങ്ങിൻ്റെ ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് പണ്ടൊക്കെ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ഈ ആവേശത്തോടു കൂടി പോയി വോട്ട് ചെയ്തിരുന്നത് ക്രിസ്ത്യൻസ്. അങ്ങനെ ഉള്ള ചില സ്ഥലങ്ങൾ കോൺഗ്രസിന് സ്ഥിരം കിട്ടിയിരുന്ന സ്ഥലങ്ങളുണ്ട്. പീരിയാരി, കണ്ണാടി, മാത്തൂർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പീരിയാരി, കണ്ണാടി, മാത്തൂരിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആൾക്കാർക്കുള്ള ആവേശം കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം അതേപോലെ തന്നെ പീരിയാരി ഏറ്റവും സ്ട്രോങ് കോൺഗ്രസ് സപ്പോർട്ടേഴ്സായിരുന്നു. ആ സപ്പോർട്ട് 77% നിന്നും 69.78 കുറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം BJPക്ക് വോട്ട് കിട്ടുന്ന സ്ഥലമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിയിൽ സാരമായ വ്യത്യാസം വന്നിട്ടുണ്ട്. 65% ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം 70%. 5% കൂടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രാവശ്യം കോൺഗ്രസ്സിന് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നവർക്ക് ആവേശം കാണിക്കുന്നില്ല വോട്ട് ചെയ്യാനായിട്ട്. അതേസമയം BJPക്ക് ചെയ്യുന്നവർ വളരെ ആവേശപൂർവ്വം വർദ്ധിത ആവേശത്തോടുകൂടി വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് BJPയുടെ ചാൻസസ് വളരെ ബ്രൈറ്റ് ആയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് ഈ പ്രാവശ്യം. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ സാന്ദീപ് വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാന്ദീപിൻ്റെ ഡിപ്പാർച്ചർ ഹാസ് ഹെൽപ്ഡ് ദി BJP ടു ഗെറ്റ് മോർ വെൽ നിറ്റ്, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് വന്നു. ഒരു ആ ഇലക്ഷൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു വെൽ നിറ്റ് പാർട്ടിയായിട്ട് വന്നു ചേർന്നു. അതിന് മുമ്പൊക്കെ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മാറി. അപ്പോൾ അതൊരു ഘടകമാണ് BJPക്ക് അനുകൂലമായിട്ടുള്ളത്. പിന്നെ വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM കൃത്യമായിട്ട് വോട്ട് ചെയ്തു. ഈ പ്രാവശ്യം വേറെ പാർട്ടിക്കല്ല ചെയ്തിരിക്കുന്നത് CPM. കഴിഞ്ഞ പ്രാവശ്യം CPMൽ കുറേ പേര് മറിച്ചുകുത്തി. ആ മറിച്ചുകുത്തിയിട്ടാണ് മെട്രോമാനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റിയത്. അത് വലിയ കഷ്ടമായിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം മെട്രോമാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ കഴിവുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിച്ചു വിട്ടു. അത് CPM വോട്ട് മാറ്റി ചെയ്തു. ക്രോസ് വോട്ടിംഗ് കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് നടന്നിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ക്രിസ്ത്യൻ വോട്ട്സ് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒന്ന് മാറ്റാൻ പോവാണ്. അത് ക്രിസ്ത്യൻ വോട്ടുകളിൽ ഇപ്പോൾ സാറ് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെതിരെ ചെയ്തിട്ടില്ലെങ്കിലോ ക്രിസ്ത്യൻ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പ് ചിലർക്ക് വേണ്ടി ചെയ്തിരുന്നു. അവരെ പറ്റിയുള്ള ഡിസില്യൂഷൻമെന്റ് ഉള്ളതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ പോകാത്തത്. അതായത് പക്ഷെ വോട്ട് ചെയ്തവർ BJPക്ക് കുറേ ഒരുപാട് പേര് പരസ്യമായി പറയുന്നുണ്ട്, വീഡിയോസ് ചെയ്യാൻ ഇഷ്ടം. പക്ഷേ ഈ ചെയ്യാതിരിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് വോട്ട് ചെയ്യുന്നില്ല, കോൺഗ്രസ് ചെയ്ത ചതി കൊണ്ട് വോട്ട് ചെയ്യുന്നില്ല. ഈ ചതിയിൽ നിന്ന് മുക്തരാക്കാൻ കഴിയുന്നത് ഇപ്പോൾ BJPക്ക്. ബില്ല് വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാസ്സായാൽ മാത്രമേ ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതറിഞ്ഞിട്ടും കുറേ ആളുകൾ
വോട്ട് ചെയ്യുന്നില്ല, കോൺഗ്രസിന് ഇല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന തരത്തിലേക്ക് ക്രൈസ്തവരിൽ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു മോശം പ്രവണതയാണ്. അതിപ്പോൾ ഈ പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞോണം ഈ ഇലക്ഷനിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അതെ. പിന്നെ വലിയ ആൾക്കാരെ പേടിപ്പിക്കാനോ വടിവാളെടുക്കാനോ ഒന്നും ക്രിസ്ത്യൻസിനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 21 കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്നൊന്നും അത് വിളിക്കാൻ ക്രിസ്ത്യാനി കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇലക്ഷനാണ് ആലോചിച്ച് വോട്ട് ചെയ്യേണ്ട സമയം അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അത് ഇപ്പോൾ പല ബിഷപ്പ്മാരൊക്കെ തന്നെ ആർച്ച് ബിഷപ്പ് അടക്കം മേജർ ആർച്ച് ബിഷപ്പ് അടക്കം ഇത് പറഞ്ഞു തുടങ്ങി. പിന്നെ അത് പറയാത്തത് ക്രിസ്ത്യൻ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്ന നെറ്റോ പിതാവുണ്ട്. നെറ്റോ പിതാവ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അത് അത്യാവശ്യം വൈറലായി. അതിനുശേഷം നെറ്റോ പിതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അത് പ്രശ്നം പരിഹരിക്കണം, സർക്കാരിൽ വലിയ പ്രതീക്ഷയുണ്ട്, സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുമില്ല, സർക്കാരിന് വേണ്ടി. അപ്പോഴും പുള്ളി പറയുന്നത് ഇത് വർഗീയമായി ആളുകൾ ഉപയോഗിക്കാൻ അവസരം ഉണ്ടാക്കരുത്, സർക്കാർ പരിഹരിക്കണം. അത് when he says like that it is sheer ingratitude, ഒറ്റവാക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിന് വേറെ എന്തെങ്കിലുമൊക്കെ കാരണം, ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ പ്രശ്നത്തിലൊക്കെ കുറച്ച് പ്രയാസം ആൾക്കുണ്ടായിരിക്കാം ഒരു പക്ഷേ. പിന്നെ വേറെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഉള്ളിലെന്തെങ്കിലും ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് ചില്ലറ കിട്ടുന്ന പരിപാടിയല്ലേ, പാവപ്പെട്ട ക്രിസ്ത്യാനിയുടെ പ്രശ്നമല്ല. അല്ലല്ല. അപ്പോൾ കിടപ്പാടം പോകുന്നവൻ്റെ പ്രശ്നം ബിഷപ്പിന് ഇപ്പോഴും വന്നിട്ടില്ല. അത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അജണ്ട വെച്ചിട്ടായിരിക്കും അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ആൻറ്റി BJP ലൈൻ പറയുന്നുണ്ട്, പക്ഷെ ബാക്കി ബിഷപ്പ്മാർ അങ്ങനെ പറയുന്നില്ല. മാത്രമല്ല ഈ ഇപ്പം അങ്ങനെ ബിഷപ്പ് നെറ്റോ പറഞ്ഞതുകൊണ്ട് മാത്രം ക്രിസ്ത്യൻ ലത്തിൻ കത്തോലിക്കരുടെ ഇടയിൽ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം, കുറച്ച് ക്രിസ്ത്യൻസ് ലത്തിൻ കത്തോലിക്കർ അത് കേട്ടേക്കാം. അതെ, അവിടെയുള്ളത് ഇവിടെ കേൾക്കുന്നില്ല, ഇവിടെ ആൾക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ഈ ബാക്കി ഉള്ള വിഭാഗങ്ങൾ ക്രിസ്ത്യൻസിൽ ബിഷപ്പ്മാരടക്കം ഇത് BJPക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ഇംപ്രഷനിലാണ്. നെറ്റോ പിതാവിനും അറിഞ്ഞുകൂടാഴികയല്ല, അറിയാമായിരിക്കും. അത് ഈ വിഴിഞ്ഞത്തിൻ്റെ കേസിൽ എന്തോ ചില ഈഗോ പ്രോബ്ലമൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈ പറഞ്ഞ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ടിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കാം. അതിപ്പോൾ വിഭാഗങ്ങൾക്കും സംഘടനകൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അത് മനസ്സിലാവണമെങ്കിൽ ഇനി മുനമ്പത്തുള്ള പോലെ അല്ലെങ്കിൽ വിതിരയിലോ വിഴിഞ്ഞത്തോ അതെ ഒരു വഖഫിൻ്റെ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ ഓൺലി ദി വെയറർ നോസ് വെയർ ദി ഷൂ പിഞ്ചസ് എന്ന് പറയും. അപ്പോൾ അത് അവനൊന്ന് കിട്ടിക്കഴിയുമ്പോഴേ അതറിയുള്ളൂ. ഇപ്പോൾ വിഴിഞ്ഞത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞല്ല, മുനമ്പം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും കുറേ ദൂരെയാണല്ലോ. ഈ മുനമ്പം പോലത്തെ ഒരു പ്രശ്നം തിരുവനന്തപുരത്ത് വന്നു കഴിയുമ്പോൾ നെറ്റോ പിതാവിന് മനസ്സിലാവുന്ന അല്ല. എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ പൊതുവിൽ എല്ലാ ജനങ്ങൾക്കും വല്ലാത്തൊരു ആശങ്കയുണ്ട്. തങ്ങളുടെ ഭൂമി വഖഫിനെ കുറിച്ച് അവരൊക്കെ കേട്ട് തുടങ്ങി. വഖഫ് നിയമം ഒരു വലിയ ഭീകരമായ സംഭവമാണെന്ന് ഇപ്പോൾ അവർക്ക് പതുക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരുവിധ ആൾക്കാർക്കൊക്കെ ബോധ്യം വന്നു. പല രീതിയിൽ പത്രങ്ങളൊക്കെ ആദ്യം തമസ്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പത്രങ്ങൾ ഭൂമി പ്രശ്നം എപ്പോഴും പറയുന്നത് ഈ വഖഫ് നിലവിലുള്ള നിയമം കൊണ്ടല്ല ഈ പ്രശ്നം ഒന്ന് സ്ഥാപിക്കാൻ ഭയങ്കര ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ ഇത് വർഗീയത എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ആ രീതിയിൽ പറയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങി, ഒരുവിധം ബോധമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം അങ്ങനെ ക്രിസ്ത്യൻ വോട്ടിൽ സാരമായ വ്യത്യാസം വരാൻ പോവാണ്. പാലക്കാട് വന്നിട്ടുണ്ട്, പാലക്കാട് കുറേ വന്നിട്ടുണ്ട്. പാലക്കാട് BJP ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പം അങ്ങനെ ഓരോ ഏരിയാസ്, പീരിയാരി, കണ്ണാടി, അതേപോലെ മാത്തോർ, പിന്നെ അവിടെ പാലക്കാട് മുനിസിപ്പൽ ഏരിയ, അങ്ങനെയൊക്കെ ചില അവിടെ കാണുന്ന മാറ്റങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ എനിക്കൊരു വലിയൊരു തമാശ അത്ഭുതം തോന്നിയത് പാലക്കാട് ജില്ലയിൽ കഷ്ടിച്ച് 6000 ക്രിസ്ത്യാനികളേ ഉള്ളൂ. ക്രിസ്ത്യൻസ് കുറവാണ് അവിടെ. അതെനിക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ. അത്രയും ഒരു വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു സമുദായമാണ് ക്രിസ്ത്യാനി. ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ മാത്രമേ കാണുള്ളൂ അല്ലേ? ബാക്കി എല്ലായിടത്തും ഒരു 10,000-15,000 ഒക്കെ മിനിമം ഉണ്ടാവും. പിന്നെ അവിടെ തന്നെ ഈ കൽപ്പാത്തി ഏരിയ ഒക്കെ എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ്ലി BJP സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ അവരുടെയൊക്കെ BJPക്ക് തന്നെ കിട്ടും. അപ്പോൾ ഒരുപക്ഷെ പുതിയ ചരിത്രം ഒക്കെ വരാൻ പോവുകയാണ്. തൃശ്ശൂരിൻ്റെ തൊട്ടടുത്ത ജില്ലയാണ് പാലക്കാട്. അതെ. തൃശ്ശൂർ ഇപ്പോൾ ഓൾറെഡി അങ്ങനെയായി. അപ്പോൾ തൃശ്ശൂർ സിൻഡ്രോം മിക്കവാറും ഇവിടേക്കും ഈ പാലക്കാടിലേക്കും വരും എന്നാണ് തോന്നുന്നത് ഈ പ്രാവശ്യം. അപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പല ജില്ലകളിലും തിരുവനന്തപുരം ജില്ല BJPക്ക് നല്ല ഹോൾഡാണ്, പാലക്കാട് നല്ല ഹോൾഡാണ്.
കാസർഗോഡ്, തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഈ നെറ്റോ പിതാവ് ചില വർത്തമാനങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJP ജയിക്കും. അതെ, അതെ. തിരുവനന്തപുരം നെറ്റോ പിതാവാണ് തോൽപ്പിച്ചത്. അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ വില കേരളത്തിലെ ക്രിസ്ത്യാനി മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പാലക്കാട് മാഷ് പറഞ്ഞതുപോലെ ഒരു താമര വിരിയാൻ പോവാണ്. അതിനൊരു സാധ്യതയാണ് കാണുന്നത്. അതിൻ്റെ കൂടെ ആ താമരയുടെ തണ്ടിൽ ക്രൈസ്തവരുടെ കൈകളുമുണ്ട്. സപ്പോർട്ട് കാണും കുറേ. നമുക്ക് നോക്കാം, 2 ദിവസം കഴിഞ്ഞാൽ അറിയാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.